ഞാൻ നേരത്തെ പറഞ്ഞ നിലത്ത് വെച്ചിട്ട് എടുത്താൽ അത് നിങ്ങൾക്ക് പറ്റൂലല്ലേ? എടുക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, 2-3 കെട്ടിയിട്ട് പോയാൽ മതിയെന്ന്. അതാണെങ്കിൽ സിമ്പിളായിട്ട് ഞങ്ങൾ മൂന്നാൾക്ക് ഓരോരോ രാവിലെ തുടങ്ങിയതുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇപ്പോൾ ഞാൻ വെളിച്ചൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചൻ്റെ വീട്ടിൽ പോയിട്ട് പുളിയോ അതോ മറ്റേ തെങ്ങിൻ്റെ വട്ടയൊക്കെയല്ലേ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈർക്കിളിയൊക്കെ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് തെങ്ങിൻ്റെ വട്ട അവിടെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ വട്ട എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രാവിലെ പറഞ്ഞാണ്. ഇപ്പോൾ പോകുന്നത് 11:45 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ. എൻ്റെ മൂക്കിലൊക്കെ കുരു കൊട്ടിയിട്ട് ചോര വരുന്നുണ്ട്. ഓ, ഇത് ചൂടറിയോ? അമ്മയ്ക്കും അറിയാം ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. ചൂടുള്ള സ്ഥലം മാത്രമല്ല ഭയങ്കര ചൂടാണെന്ന് അമ്മയ്ക്കും അറിയാം. എന്നിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോയാൽ തീരുന്നു അല്ലേ? അതിന് ഇവനെ എണീക്കണ്ടേ? ഒന്നിച്ചു പോകാമെന്ന് വിചാരിച്ചെന്നാ. അതിന് ഇവനെ എണീക്കില്ല. ഇവനെ പോയി വിളിച്ചിട്ട് എണീപ്പിച്ച് കൊണ്ടുവന്നാ. അവിടെ കാറ്റൊന്നുമില്ലല്ലോ ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ അല്ലേ ഇതിൽ കൂടെയൊക്കെ നട്ടുച്ചയ്ക്കൊക്കെ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഈ കാടിൻ്റെ നടുവിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെയൊക്കെ ഭയങ്കര കാറ്റായിരിക്കും. വിചാരിച്ചോ, ഭയങ്കര കാറ്റ് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരിക്കും. ഇപ്പോൾ കാറ്റേ ഇല്ല, ഫുള്ള് ചൂട്. ഒന്നാമത് മൂക്കിൻ്റെ കുരു പൊട്ടിയിട്ട് ഒരുമാതിരി ആവണം എനിക്ക് കേട്ടോ. ആ വലിയ വലിയ മരം ഉണ്ടായിട്ട് എന്തായാലും ഒറ്റ കാറ്റില്ല. പാട്ടിട്ടിക്കണേ അലിച്ചിട്ട് അവിടെ പാട്ടിട്ടിക്കണേ. മൂപ്പർക്ക് ആർക്കും ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വരാൻ ഭയങ്കര മടിയാട്ടോ. അതാണ് ക്യാമറയിൽ അവരെ ഒന്നും കാണിക്കാൻ പറ്റാത്തത്. ഭയങ്കര മടിയാണ്, ഭയങ്കര മടിയാണ് ക്യാമറേൻ്റെ ഫ്രണ്ടിലൊക്കെ വരാൻ. പാട്ടിട്ടിക്കണം അവിടെ, നല്ല പഴയ പാട്ടിട്ടിക്കണം നട്ടുച്ചയ്ക്ക്. ഏതാ നോക്ക്, ഫുള്ളും കരിഞ്ഞ പുല്ലൊക്കെ കേട്ടോ ഇവിടെ ഉള്ളൂ. പാമ്പുണ്ടെങ്കിൽ തന്നെ അറിയൂല. ഒന്നും ഇങ്ങോട്ട് വലുത് നോക്കിയാനാണ്. ഉപ്പോണ് കിട്ടുന്നോ? ആ നന്ദോ ദൈ പൊളി കേട്ടോ, ഭയങ്കര പുളി. പറഞ്ഞാൽ വമ്പൻ പുളി. അതിൽ നിന്നാൽ നാവൊക്കെ പൊള്ളു. അജ്ജി ആസിട്ട് നിറഞ്ഞ പൊളിയത്. ആ പിടിച്ച് പട്ടി വലിയ ഡോൺ കളിച്ചാൽ പൂച്ചൻ്റെ ഫ്രണ്ടൊക്കെ പോകും. എന്നിട്ട് പൂച്ചനെ കടിക്കാൻ പേടിയാ. മാന്തിട്ടെന്ന് വിചാരിച്ചിട്ട് മാന്തിയ പൊളിയും. മാന്തിട്ടെന്ന് വിചാരിച്ചിട്ടേ ഇപ്പോൾ ഫസ്റ്റ് ഒരു പൂച്ച വന്ന് അതിനെ ജിമ്മി ഓട്ടിച്ചിട്ടോ. പിന്നെ രണ്ടാമതൊരു പട്ടി വന്നിട്ട് അതിനെ ഓട്ടിക്കാൻ പോയിക്കണ്. ആ പട്ടി അത് ഓടണ്. വാളംപുളിയല്ലേ? വാളംപുളി ഇരുമ്പാമ്പുളി. നീ എന്ത് ചിരിക്കണ്? അല്ല ഇവനെന്ത് ചിരിക്കണ്? ചൂലിനുള്ള ഓലോ എല്ലാം ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി എടുക്കണം. ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം കേട്ടോ. ചാർജ് തീരില്ല. അത് മാത്രമല്ല വീട്ടിൽ പോയിട്ട് ഒരു തണലത്ത് ഫാൻ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഭയങ്കര ചൂട് ഭയങ്കര ചൂട്. ഇപ്പോൾ ഫുള്ള് ഓല എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കൊണ്ടിരിക്കാം കേട്ടോ. നല്ല വിശക്കുണ്ട്. ഇപ്പോൾ ചൂട് കുറച്ച് കുറവുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ചൂട് കുറച്ച് കുറവുണ്ട്. കാർമേക്ക് നല്ല ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. പൈരിക്ക് ഞാൻ അത് നന്ദുവിൻ്റെ കൈ കൊടുക്കും. ആ ഭാഗത്ത് കുറേ പോകുന്ന പൊക്കി വെച്ച് ആ ഭാഗത്തൊക്കെ പോകുന്നതാ. പൊടി വായിക്കിട്ടുകളൊക്കെ നാവൊന്നും പൊടിക്കില്ല എൻ്റെ നാക്കൊന്നും. മൂപ്പര് അത് അവിടെ എത്തി. ഞങ്ങളൊപ്പം ഉണ്ടായതാ. മൂപ്പര് അവിടെ എത്തി. ആ വർത്തനെ പറഞ്ഞ് പോകുന്നു നമ്മളവിടെ ഉണ്ടായി വിചാരിച്ചിട്ട്. ഇത് വീസായിട്ട് എന്നാ വെച്ചോ. ഇത് നന്ദെടുക്കില്ല അവിടെ നിന്ന്. ആ അവിടെ നിന്ന് എടുക്ക്. ഇതൊന്നും പിടിച്ചാ. ഞാൻ നേരത്തെ പറഞ്ഞ നിലത്ത് വെച്ചിട്ട് എടുത്താൽ അത് നിങ്ങൾക്ക് പറ്റൂലല്ലേ? എടുക്ക്. എടാ ആ പുളി അവിടെ വെച്ചിട്ട് എടുക്ക്. ബാ അവിടെ വേറെ കയറുണ്ടാവൂല. എവിടുന്ന് വണ്ടീൻ്റെ വെച്ചിട്ടുണ്ട്. വരിക 4 കൂടി എത്തി കഴിഞ്ഞ്
വേറെ കയറ് എവിടെ നിന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇത് 2-3 കെട്ടായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അല്ലാതെ ഇത് നടക്കില്ല. മൊബൈൽ തീരെ ചാർജില്ല, അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. 2 കെട്ട് കേട്ടെ വാ കയറപ്പം കയറ് തപ്പിയിട്ട് നന്നായിക്ക്. എടാ അത് മറ്റേ കയറ്റത്ത് നല്ല സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ അത് ഉതിർന്ന് വരും. അത് അവിടുത്തെ ഇത് മാറ്റി. നല്ല ഇടി കിട്ടിയിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു. അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു 2-3 കെട്ടി കെട്ടിയിട്ട് പോയാൽ മതിയെന്ന്. അതാണെങ്കിൽ സിമ്പിളായിട്ട് ഞങ്ങൾ 3 ഓരോരോ കെട്ടായിട്ട് എടുത്തുകൊണ്ടുപോയിരുന്നു. അത് വീണ് കഴിഞ്ഞാൽ ഇത്ര പാട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത്, നല്ല വെയിൽ തൂക്ക്, വെയിലൊക്കെ ഇങ്ങനെ പോകുകയോ 5 വെയിലുള്ള സ്ഥലത്ത് തൂക്ക് വെയിൽ വരുന്ന ആ വെയിലത്ത് ക്ലിയർ ഇവിടെ വന്ന് വീണേ. ആ പുളി റോഡിൻ്റെ സൈഡിൽ വെച്ച് വീണ് വണ്ടി അതിന് മേലെ കൂടെ കയറ്റും. പുളിയ റോഡിൻ്റെ സൈഡൊക്കെ വെച്ചിരിക്കണം. ആരൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതാ അവിടുന്ന് ആരൊക്കെ വരുന്നുണ്ട്. എൻ്റെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ നല്ല ടൈറ്റാക്കി ഇതൊക്കെ ഒറ്റ കയ്യിൽ എടുക്കാൻ പറ്റും, അത്രയും ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട്. ഇവൻ്റെ ഉണ്ടോ കെട്ടിയത് തെറ്റിപ്പോയി, അതാണ് അവിടുന്ന് വീഴാൻ കാരണം. തെറ്റിയത് കുളമായിപ്പോയി, തെറ്റിയല്ല കെട്ടിയത് കുളമായിപ്പോയി. ഇടയ്ക്ക് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്, ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കാണ് മാറിപ്പോകുന്നുണ്ട്. അത് മാത്രമല്ല സാധാരണ എനിക്ക് മാറിപ്പോകുന്നുണ്ട്. കെട്ടിയത് കുളമായിപ്പോയി കൊണ്ടാണ് നേരത്തെ അവിടെ വീണത്, അല്ലെങ്കിൽ വീവിലായിരുന്നു. നന്ദൊക്കെ കുട്ടീനെ എടുത്തുകൊണ്ട് പോകണമല്ലോ, എടുത്ത് കൊണ്ടുപോകണേ. ഇത് മുറുക്ക പിടിക്കാൻ പറ്റണ്ടേ, എന്തൊരു കഷ്ടം. അത് മുറുക്ക കെട്ടാത്തത് കൊണ്ടാണ്, അതിലത്തെ കെട്ടിയത് തെറ്റിപ്പോയി അതാണ്. ഇതേപോലെ ടൈറ്റാക്കി കിട്ടുകയാണെങ്കിൽ നല്ല മുറുക്ക തന്നെ പിടിക്കാൻ പറ്റും. അച്ചു വൈദ്യുതി പിടിക്കുമോ? ആ പാലം വരെ എന്നാ പൊടിയാൻ പിടിക്കാം. നല്ല ഇടി വെട്ടുണ്ട്. ഇപ്പം നല്ല മഴ പെയ്താൽ മതിയായിരുന്നു. ഇപ്പം നല്ല മഴ പെയ്താൽ നമുക്ക് മഴയത്ത് കുടിച്ചാലോ അച്ചോ? മഴയത്ത് കുടിക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളത്ത് ബാത്റൂമിൽ പോയിട്ട് നല്ല കുടി കുടിക്കാം, എന്നിട്ട് പുറത്ത് ഇവിടെ ഇരിക്കാം. ചൂട് തന്നെ അജാതി ചൂട്. അയ്യോ കുടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്നത്, നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നത്, അത്രയ്ക്ക് മഴയുണ്ട്. മണ്ണിൻ്റെ മണത്ത് ഇങ്ങനെ മൂക്കിൽ കുത്തുന്ന വേണം, അജാതി മഴ കണ്ടോ. ഇപ്പം അധികം മഴ കാണില്ല, കുറച്ചെടുത്ത് കണ്ടല്ലോ ആ മരമൊക്കെ കാണണം. ഇങ്ങോട്ട് ആഞ്ഞടിക്കുകയായിരുന്നു, കാറ്റൊക്കെ ഇങ്ങനെ ആഞ്ഞടിച്ചിട്ട് മരമൊക്കെ ചെരിഞ്ഞിരിക്കുകയായിരുന്നു. മിക്കവാറും ആ കവുങ്ങ് പൊട്ടും തോന്നുന്നു. ആ നീണ്ടെടുക്കണ കവുങ്ങ് മിക്കവാറും ആ നീണ്ടെടുക്കണ കവുങ്ങ് പൊട്ടും. ചക്കയൊക്കെ നോക്കി, ചക്ക ഉണ്ട്, പിന്നെ അതാ പഴം, കുറേ സാധനങ്ങളുണ്ട്. അത് അവിടെയൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും നാശമാകുന്ന മതിയായിരുന്നു. ഇത് വെള്ളം പോകണ നോക്ക്, ഞങ്ങൾ ഈ സൈഡിൽ കൂടെയൊക്കെ വെള്ളം പോകണ നോക്ക്. മഴ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നോക്ക് ഫുള്ള് ഓറഞ്ച് കളർ. ക്യാമറയിൽ ഓറഞ്ച് കളർ അങ്ങനെ തന്നെ കാണണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഫുള്ള് ഓറഞ്ച് കളർ പറഞ്ഞാൽ ഫുള്ള് ഓറഞ്ച് കളർ. ഈ ആകാശവും നിലത്ത് ഫുള്ള് ഓറഞ്ച് കളർ. ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഓറഞ്ചും കളറായി. കുറച്ചടുത്ത് ഒരു മഞ്ഞ കളറുണ്ടായിരുന്നു. അത് അപ്പോൾ എടുക്കാനുള്ള മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു, മൊബൈൽ ചാർജ് വെച്ച് വെക്കുമായിരുന്നു. ഇനിയിപ്പോൾ എപ്പോൾ കറണ്ട് പോകുന്നതെന്ന് അറിയില്ല. ഇനി കറണ്ട് പോകില്ലായിരിക്കും, ഇനി കറണ്ട് പോകില്ല. അത് കാരണം മഴയൊന്നുമില്ലല്ലോ, ഇനി കറണ്ട് പോകില്ല പോകുന്നതിന്. അത് കേട്ടെ രാവിലെ തുടങ്ങിയതുണ്ട് ഞാൻ ഗുളിക കുടിക്കണ തൊണ്ടവേദനയ്ക്ക് ആ ഉപ്പുവെള്ളം കലക്കിയ അത് കുടിക്കാം. ഉപ്പുവെള്ളം കലക്കിയിട്ടുണ്ടല്ലോ വായിലിട്ടിട്ട് ഒച്ച തെളിയാനൊന്നുമല്ല എനിക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയോ തൊണ്ടയിൽ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് ജലദോഷം ഇല്ലല്ലോ അതിന്, എനിക്കറിയില്ല എന്താ അറിയില്ല. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ അത് നാക്കൊക്കെ എന്തൊക്കെയാ ആവും. ഉപ്പ് കൊട്ടിയിട്ടിരിക്കണ അജ്ജതി കടലിന്റെ വെള്ളം കൊടിക്കണം കാട്ടി കഷ്ടം. പത്തരം കഴിഞ്ഞുണ്ട് കേട്ടോ. ഇപ്പൊ എൻ്റെ തൊണ്ടയിലുണ്ടല്ലോ എന്തോ ഒരുമാതിരി കുടുങ്ങിയ പോലെ എന്തൊക്കെയോ ഫീൽ ആവുക. രാത്രി ആയതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ നേരത്തെ എണീക്കാനുള്ളതാണ്. മാത്രമല്ല ഭയങ്കര ചൂട് ഭയങ്കര ചൂട്. ഇപ്പോൾ കിടക്കാനും തോന്നില്ല. ഫാനിട്ട് കിടന്നാലും തണുപ്പ് അധികം കൂടും ചെയ്യും. പുറത്ത് നല്ല മഴയാണ്, ഫാനിട്ട് തണുപ്പും കൂടും. ഫാനിട്ടില്ലെങ്കിൽ ഭയങ്കര ചൂടുമാണ്. അതുമാത്രമല്ല എഡിറ്റ് ചെയ്യാനുണ്ട്, ഇഷ്ടംപോലെ എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനുണ്ട്. എൻ്റെ ഇവിടെ എന്തൊക്കെയോ സൗണ്ട് എന്തൊക്കെയോ മാറിയിരിക്കണം. ഇവിടെ എന്തൊക്കെയോ കുടുങ്ങി കിടക്കണ പോലെയല്ല, എന്തോ ഒരു മറ്റേ നമ്മൾ എന്തപ്പോൾ ഞാൻ ഒരു ഊഹം പറയാം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ, രാവിലെ എണീക്കുമ്പോൾ എന്നുള്ളൊരു സൗണ്ട് വരില്ലേ,
അതേപോലത്തെ സൗണ്ട് വരുമ്പോൾ തൊണ്ടയ്ക്ക് എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഉണ്ടാവില്ലേ, അതേ ടൈപ്പ് ആയി കിടക്കുക. അപ്പോൾ കടന്നിറങ്ങാൻ പോട്ടോ, തീരെ വയ്യ. മാത്രമല്ല എഡിറ്റ് ചെയ്യാനുണ്ട്, കുറേ പരിപാടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ അതൊക്കെ തീർത്തിട്ട് വലിയ കടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.